ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ വൃന്ദാവനത്തിൽ കൃഷ്ണനും കൂട്ടുകാരും എല്ലാവരും ഇങ്ങനെ കളിച്ചു രസിച്ചു നടക്കുന്ന ആ കാലഘട്ടത്തിൽ ധാരാളം അസുരന്മാരുടെ ആക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവരെയൊക്കെ കൃഷ്ണൻ പരാജയപ്പെടുത്തുന്നുമുണ്ട്. ആ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ് പറയുന്നത്, കാളിയമർദ്ദനം. എല്ലാവരും ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഈ ഭാഗം അവസാനം വരെ കേൾക്കണം. കാരണം കാളിയമർദ്ദനം കേട്ടു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും തന്നെ ഇത്ര വിശദമായി കാളിയമർദ്ദനം കേട്ടു പ്രാർത്ഥിക്കുവാൻ കഴിയണം എന്നില്ല. പലർക്കും കഥ അറിയാമായിരിക്കും, എങ്കിലും സൂക്ഷ്മമായ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേട്ടു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ആദ്യമായിട്ട് കാളിയൻ എന്ന സർപ്പത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് നോക്കാം. അതായത് സർപ്പങ്ങളുടെ ശത്രുവാണ് ആര്? ഗരുഡൻ. അങ്ങനെ എല്ലാ ദിവസവും ഗരുഡൻ ഭൂമിയിലേക്ക് പറന്നു വരികയും അവിടെ കാണുന്ന സർപ്പങ്ങളെയെല്ലാം കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പക്ഷീന്ദ്രൻ്റെ ഉപദ്രവം കൊണ്ട് സഹിക്കാൻ വയ്യാതെയായി പന്നകവർഗം. അങ്ങനെ അവർ വിഷമിക്കുകയാണ്. ഇതിൽ നിന്നും രക്ഷ നേടുന്നതിന് എന്താണ് ഒരു പോംവഴി എന്ന് അവരെല്ലാവരും കൂടിച്ചേർന്ന് ആലോചിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ഗരുഡനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് ഒരു കരാറിൽ ഏർപ്പെടുന്നു. അതായത് എല്ലാ ദിവസവും ഒരു സർപ്പം വീതം ഗരുഡൻ്റെ പാർപ്പിടത്തിൽ ചെല്ലുകയും അവന് ഭക്ഷണമായി തീരാം എന്നുമായിരുന്നു കരാറ്. അല്ലാതെ പറന്നു വന്ന് കാണുന്ന സർപ്പങ്ങളെയെല്ലാം കൊന്നു തിന്നരുത്, ഒരാൾ അങ്ങോട്ടേക്ക് വന്നു കൊള്ളാം, ഇതാണ് കരാറ്. അങ്ങനെ രണ്ടു പക്ഷത്തുള്ളവരും അങ്ങനെ സമ്മതിക്കുന്നു. അതനുസരിച്ചിട്ട് വളരെ കാലം അങ്ങനെ ഒരു മുടക്കവും കൂടാതെ കാര്യങ്ങളെല്ലാം നടന്ന് പോകുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ രണ്ടു പക്ഷക്കാരും കൂടിച്ചേർന്ന് വീണ്ടും ഈ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുന്നു. എല്ലാ ദിവസവും നാഗങ്ങൾ ഗരുഡൻ്റെ വസതിയിൽ പോകേണ്ടതില്ല എന്നും അതിനു പകരമായി എല്ലാ പൗർണമി ദിവസങ്ങളിലും ഭൂവാസികൾ നൽകുന്ന സർപ്പബലിയുടെ ഹവിസ് പക്ഷീന്ദ്രന് കൊടുത്താൽ മതി എന്നുമായിരുന്നു ആ ഭേദഗതി. അതനുസരിച്ചിട്ട് കുറേ കാലം പ്രവർത്തിച്ചു. അങ്ങനെ മുഷ്കരനും ഭീകരനും ഭീമാകാരനുമായിരുന്ന ഒരു നാഗം, ആ നാഗമാണ് കാളിയൻ. ആ കാളിയൻ നാഗവംശം മുഴുവനും ഒരു പക്ഷിയുടെ മുമ്പിൽ അടിമത്തം ഭാവിക്കുന്നത് അപമാനമായി കാളിയന് കരുതുന്നു. ഒരു ദിവസം അവൻ എല്ലാ നാഗങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, നാം എന്നും ഇങ്ങനെ ഒരു പക്ഷിയെ പേടിച്ചിട്ട് അവൻ്റെ അടിമയെപ്പോലും ജീവിക്കുന്നത് നമുക്ക് ആക്ഷേപമാണ്. കശ്യപൻ്റെ പത്നിയായ കദ്രുവിൻ്റെ സന്തതികളാണ് നാം. മറ്റൊരു പത്നിയായ കശ്യപൻ്റെ തന്നെ മറ്റൊരു പത്നിയായ, അതായത് നമ്മുടെ അച്ഛൻ്റെ മറ്റൊരു പത്നിയായ വിനീതയുടെ പുത്രനാണ് ഗരുഡൻ. നമുക്കും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരേ പിതാവിൻ്റെ മക്കൾ. പോരെങ്കിൽ നമ്മുടെ അഗ്രജന്മാരായ അനന്തൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യതൽപ്പമാണ്. വാസുകി കൈലാസവാസൻ്റെ ആഭരണവുമാണ്. തക്ഷകൻ ദേവേന്ദ്രൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. ഈ ഗരുഡന് വിഷ്ണുവിൻ്റെ ഒരു വാഹനമെന്നുള്ള നിലയല്ലാതെ മറ്റെന്ത് മഹത്വമാണ് പറയാനായിട്ട് ഉള്ളത്? അതുകൊണ്ട് ഇനിമേൽ നമുക്ക് അവകാശപ്പെട്ട ഹവിസ്
അവന് കൊടുക്കേണ്ടതായിട്ടില്ല. അത് നമ്മുടെ വർഗത്തിന് പൊതുവെ ആക്ഷേപമാണ്. അവൻ നമ്മോട് പക വീട്ടുവാൻ വരട്ടെ. അപ്പോൾ നിങ്ങൾ ആരും ഭയക്കണ്ട, ഞാൻ നേരിട്ട് കൊള്ളാം. ഇതുവരെ അവന് കൊടുത്തുകൊണ്ടിരുന്ന ഹവിസ് ഇന്നു മുതൽ ഞാനാണ് സ്വീകരിക്കാൻ പോകുന്നത്. എന്തു വരുമെന്ന് നോക്കട്ടെ എന്ന് തക്ഷകൻ എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നു. ഇവിടെ ഹവിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു യജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞത്തിൻ്റെ ഫലം, അത് ഏതു ദേവതയ്ക്കാണോ നമ്മൾ യജ്ഞം ചെയ്യുന്നത്, ആ ദേവതയ്ക്ക് ആ യജ്ഞത്തിൻ്റെ ഫലം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വീകരിക്കുന്നത് ആ ദേവതയാണ്. ഇവിടെ സർപ്പങ്ങൾക്ക് കൊടുക്കുന്ന ആ യജ്ഞത്തിൻ്റെ ഹവിസ് എന്ന് പറയുന്നത് സ്വീകരിക്കേണ്ടത് ശരിക്കും സർപ്പങ്ങൾ തന്നെയാണ്. അതിനു പകരം ആ ഹവിസ് കൊടുക്കുന്നത് ആർക്കാണ്? ഗരുഡനാണ്. അത് ഇനി മുതൽ കൊടുക്കേണ്ടതില്ല എന്ന് തക്ഷകൻ പറയുകയാണ്. അങ്ങനെ അന്നു മുതൽ ഗരുഡന് പറഞ്ഞു വെച്ചിരുന്ന ഹവിസ് മുഴുവനും കാളിയൻ മുറയ്ക്കെടുത്തു ഭക്ഷിക്കുവാൻ തുടങ്ങി. ഈ വിവരം വിനിതയുടെ പുത്രൻ ഗരുഡൻ അറിയുന്നു. അതീവ കോപത്തോടും വൈരാഗ്യത്തോടും കൂടി ഗരുഡൻ ആ സമയം തന്നെ നാഗങ്ങളുടെ സങ്കേതമായ രമണ ദ്വീപിലേക്ക് പറന്നു വന്നു. ശത്രുവിനെ കൊല്ലുന്നതിനു വേണ്ടി വായുവേഗത്തിൽ പറന്നു വരുന്ന ഗരുഡനെ നാഗങ്ങളെല്ലാവരും ഭണങ്ങളൊക്കെ വിടർത്തിക്കൊണ്ട് എന്തു ചെയ്യുന്നു? ആക്രമിക്കാനായിട്ട് പോകുന്നു. കാളിയൻ അതിശക്തമായ രീതിയിൽ ഭണമൊക്കെ വിടർത്തി, 1000 ഭണങ്ങൾ വിടർത്തി മുമ്പോട്ട് ചാടുന്നു. തൻ്റെ സമീപത്തേക്ക് ചീറിക്കൊണ്ട് പാഞ്ഞു വരുന്ന തക്ഷകനെ ഗരുഡൻ തൻ്റെ ചിറകുകൾ പരത്തി അതീവ ശക്തിയോടുകൂടി ആഞ്ഞടിക്കുവാൻ തുടങ്ങി. ശക്തിയോടുകൂടിയുള്ള ഈ ചിറകിൻ്റെ പ്രഹരങ്ങളേറ്റ് തക്ഷകൻ വേഗം തന്നെ തളർന്നു പോകുന്നു. പത്തികളായിരം ചതഞ്ഞു പോവുകയാണ് ചെയ്തത്. അവൻ്റെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ചിറകുകൾ പരത്തി ഗരുഡൻ കാളിയൻ വീണുകിടക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിലെത്തി പറയുകയാണ്, ഇനി ഭൂമിയിൽ നിന്നെ ഞാൻ കണ്ടാൽ അന്നു നിന്റെ അവസാനമായിരിക്കും, ഓർമ്മയിരിക്കട്ടെ. ഇങ്ങനെ അന്ത്യശാസനം നൽകി ഗരുഡൻ പറന്നു പോവുകയും ചെയ്തു. അതോടുകൂടി മറ്റു പാമ്പുകളെല്ലാം പേടിച്ച് മാളത്തിൽ ഒളിക്കുകയും ചെയ്തു. അങ്ങനെ തളർച്ചയൊക്കെ മാറിയപ്പോൾ കാളിയൻ എഴുന്നേറ്റു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഗരുഡന് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം എവിടെയാണ് ഉള്ളത്? അവൻ ആലോചിക്കുകയാണ്. അപ്പോഴാണ് കാളിന്തി നദിയെപ്പറ്റി അവന് ഓർമ്മ വന്നത്. എന്താണ് കാളിന്തി നദിയുടെ പ്രത്യേകത? പണ്ട് വിഷ്ണു ഭക്തോത്തമനായ സൗഭരി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിലും കാട്ടിലുമൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ശ്രദ്ധയോടുകൂടിയിരുന്ന് തപസ് ചെയ്യുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ തപസ്സിന് ഭംഗം വരാത്ത ഒരു സ്ഥലം അന്വേഷിക്കുകയും അങ്ങനെ പുണ്യവാഹിനിയായ യമുനയിൽ യോഗശക്തിയാൽ ജലസ്തംഭനം ചെയ്യുകയും അവിടെ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യുകയും ചെയ്തു. യമുനയുടെ ഒരു ഭാഗം, അതായത് യമുന വൃന്ദാവനത്തിലൂടെ ഒഴുകുമ്പോൾ ആ ഭാഗം കാളിന്തി എന്ന് അറിയപ്പെടുന്നു. ഇവിടെ യമുന എന്ന് പറയുമ്പോൾ സംശയിക്കരുത്. യമുനയുടെ ആ ഭാഗം, വൃന്ദാവനത്തിലൂടെ ഒഴുകുന്ന ആ ഭാഗത്തിൽ കാളിയൻ വന്നിരുന്നത് കൊണ്ടാണ് പിന്നീട് അത് കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ യമുനയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എന്തു ചെയ്യുകയാണ്? ജലസ്തംഭനം ചെയ്തുകൊണ്ട് തപസ്സു ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കണ്ണുമടച്ച് ജപിച്ച് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് ആ നദിയിൽ നിൽക്കുന്ന സമയത്താണ് ഗരുഡൻ അതിൻ്റെ മുകളിലൂടെ പറക്കാനിടയായത്. പറക്കുന്നതിനിടയിൽ അവൻ
താഴോട്ട് നോക്കിയപ്പോൾ ആ വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി കളിച്ചുരസിക്കുന്നത് കാണുകയും പെട്ടെന്ന് താഴോട്ട് പറന്നു വരികയും ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തെ കൊത്തി റാഞ്ചിക്കൊണ്ട് മുകളിലേക്ക് പറക്കുകയും ചെയ്തു. പറന്നു പോകുന്ന പോക്കിൽ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ പറ്റിയിരുന്ന ജലം തെറിക്കുകയും അത് ജപിച്ചുകൊണ്ടിരുന്ന ആ മുനിയുടെ ദേഹത്തിലും കൈകളിൽ കോരിപ്പിടിച്ചിരുന്ന വെള്ളത്തിലും വീഴുകയാണ്. സൗഭരി എന്ന ആ മഹർഷിക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും ദേഷ്യത്തോടുകൂടി മഹർഷി തൻ്റെ കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ശപിക്കുകയും ചെയ്തു. ഈ മഹാത്മ്യമേറിയ ത്രിസന്ധ്യാസമയത്ത് ഈ പാപകൃത്യം ചെയ്ത് എൻ്റെ സന്ധ്യാവന്ദനത്തിന് ഭംഗം വരുത്തുകയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യത്തെ പിടിക്കുകയും ചെയ്തവൻ ആരു തന്നെ ആയാലും ഇനിമേൽ അവൻ ഈ പ്രദേശത്ത് പ്രവേശിച്ചാൽ അവൻ്റെ തല നുറുങ്ങിപ്പോകും. ഇങ്ങനെയാണ് ശപിച്ചത്. അങ്ങനെ സൗഭരി മഹർഷിയുടെ ഈ ശാപം മൂലം കാളിന്ദി നദിയുടെ ആ ഭാഗത്ത് ഗരുഡൻ കടക്കുകയില്ല എന്നുള്ള ധൈര്യത്തോടു കൂടി കാളിയൻ സാവധാനം ഇഴഞ്ഞ് ആ നദിയിൽ എത്തിച്ചേർന്നു. അതിൻ്റെ കയത്തിൽ ഒളിച്ചു താമസിക്കുകയും ഏറെ താമസിയാതെ അവൻ്റെ പാർപ്പിട സ്ഥലം മനസ്സിലാക്കി ഭാര്യമാരും സന്താനങ്ങളും ജാതിവർഗങ്ങളും അവൻ്റെ ജാതിവർഗങ്ങളും അവിടെ വന്നു ചേരുകയും അങ്ങനെ അവരെല്ലാവരും കൂടി സൂര്യപുത്രിയായ കാളിന്ദിയെ തൻ്റെ ആവാസ സ്ഥാനമാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ, അതായത് ഈ കാളിന്ദിയുടെ അഗാധമായ കയത്തിൽ സർവ അധികാരങ്ങളോടും കൂടി എല്ലാ അഹങ്കാരങ്ങളും കാണിച്ചുകൊണ്ട് നാഗങ്ങളുടെ അധിപനായ കാളിയൻ അവിടെ ഒളിച്ചു താമസിക്കുവാൻ തുടങ്ങി. കാലക്രമേണ സൗഭരി എന്ന മഹർഷി, അതായത് ഈ ശാപം ഗരുഡന് കൊടുത്തതിനു ശേഷം അദ്ദേഹം അവിടെ നിന്നും വിട്ടുപോവുകയും ചെയ്തു. പിന്നീട് കാളിന്ദിയിൽ സർവ ആധിപത്യങ്ങളോടും കൂടി കാളിയനും പരിവാരങ്ങളും അങ്ങനെ താമസിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇങ്ങനെയാണ് കാളിയൻ കാളിന്ദി നദിയിൽ എത്തിച്ചേർന്നത്. ഈ ഭാഗം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. കാരണം കാളിയൻ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞു തന്നത്. കാളിയമർദ്ദനം എന്ന ഭഗവാന്റെ ആ അത്ഭുത ലീല കുറച്ച് സമയം വർണ്ണിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ നമുക്ക് ആ ഭാഗം കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കാളിയമർദ്ദനം എന്ന ഭഗവാന്റെ ആ അത്ഭുത ലീല നമുക്ക് നാളെ പറയാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഇന്നത്തെ ചോദ്യം: ഏതു മഹർഷിയാണ് ഗരുഡനെ ശപിച്ചത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാളിയമർദ്ദനം എന്ന ഭഗവാന്റെ ആ അത്ഭുത ലീലയിൽ ആ ലീല കാണുന്നതിനായിട്ട് ഒരു പശുക്കുട്ടിയായിട്ട് നിങ്ങളെല്ലാവരും നാളത്തെ ദിവസം മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.